നമസ്കാരം. നാം ഏവരും വസിക്കുന്നത് കലിയുഗത്തിൽ ആയതിനാൽ തന്നെ ഈ ലോകത്ത് പണമില്ലാതെ പല കാര്യങ്ങളും നടക്കുവാൻ സാധ്യത കുറവാണ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് നിങ്ങൾക്ക് പണം ആകർഷിക്കാനും നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ വഴികളുണ്ട്. അതായത് സാമ്പത്തിക നേട്ടത്തിനായി നിങ്ങളുടെ പേഴ്സിൽ ചില കാര്യങ്ങൾ സൂക്ഷിക്കുന്നത് ഏറ്റവും ഉത്തമമായാണ് വാസ്തുവിൽ പരാമർശിക്കുന്നത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ആ വ്യക്തികൾക്ക് ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുകയും പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വന്ന് ചേരുകയും ചെയ്യുന്നതാണ്. ധനപരമായ ഉയർച്ചയാണ് ഫലമായി വന്നു ചേരുക. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുവാൻ അല്ലെങ്കിൽ പേഴ്സുമായി ബന്ധപ്പെട്ട് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളി നാണയം. വെള്ളി നാണയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വെള്ളി നാണയം നിങ്ങളുടെ വാലറ്റിലോ പേഴ്സിലോ സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത്. ലക്ഷ്മി പ്രീതി വർദ്ധിക്കുവാൻ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരുവാൻ സഹായകരമായി കണക്കാക്കുന്നു. പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ ലക്ഷ്മി പ്രീതികരമായ ഈ ഒരു വസ്തു സാധിക്കുന്ന ഏവരും പേഴ്സിൽ സൂക്ഷിക്കുവാൻ ശ്രമിക്കുക. ഗോമതി ചക്ര. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരത നിലനിർത്തുവാൻ സഹായകരമായി തീരും. നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കി തരും എന്നതാണ് വാസ്തവം. ഗോമതി ചക്ര അതിനാൽ പ്രത്യേകിച്ചും നിങ്ങളുടെ വാലറ്റിലോ പേഴ്സിലോ ഒറ്റ സംഖ്യകളിൽ സൂക്ഷിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇപ്രകാരം ചെയ്യുന്നത് മുൻപ് പരാമർശിച്ചതുപോലെ ധനപരമായ കാര്യങ്ങൾ അനുകൂലമാകുവാനും കൈകളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ധനം ഇരട്ടിക്കുന്നതിനോ അല്ലെങ്കിൽ കൂടുതൽ ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായി തീരും എന്നാണ് പറയുക. മറ്റൊന്ന് ശ്രീയന്ത്രയാകുന്നു. പണം ആകർഷിക്കുവാൻ നിങ്ങളുടെ പോക്കറ്റിലോ വാലറ്റിലോ പവിത്രമായ ശ്രീയന്ത്രം സൂക്ഷിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ്. വാസ്തുപ്രകാരം ഈ കാര്യമാണ് പ്രാധാന്യം നൽകി പരാമർശിക്കുന്നത്. അതിനാൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് സഹായകരമായി തീരും. കൂടാതെ പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ ഇത് സഹായകരമായി തീരുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. അഥവാ പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സഹായകരമായി തീരും. അരി എന്ന വസ്തുവിന് ഏറ്റവും പ്രാധാന്യം നാം നൽകുന്നതാണ്. മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു വസ്തു കൂടിയാണ് അരി. നല്ല ജീവിതത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായതിനാൽ കുറച്ച് അരി ധാന്യങ്ങൾ വാലറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമായാണ് പരാമർശിക്കുന്നത്. ഇപ്രകാരം ചെയ്യുന്നത് സമ്പത്തും നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ഉത്തമമായി തന്നെ കണക്കാക്കുന്നതാണ്. ഇത് പണത്തെയും സമ്പത്തിനെയും ആകർഷിക്കുന്നതാകുന്നു. മറ്റൊന്ന് ലക്ഷ്മി ചിത്രമാണ്. ലക്ഷ്മി സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവതയാണ്. അതിനാൽ ദേവിയുടെ ഒരു ചിത്രം വാലറ്റിലോ ഹാൻഡ് ബാഗിലോ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. പേഴ്സിൽ ഒരു ചെറിയ ചിത്രമെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിതത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും ഇതിനാൽ സംഭവിക്കുന്നതാണ്. ഏതൊരു കാര്യത്തിലും കൃത്യത കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. സമ്പത്ത് നിങ്ങൾക്ക് കൊണ്ടുവരുവാനും ജീവിതത്തിൽ കൂടുതൽ വ്യക്തത അത് ഏതൊരു കാര്യത്തിലും കൈവരിക്കുവാൻ സാധിക്കും. സമ്പത്തിന്റെ കാര്യത്തിലും കൃത്യത പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും എന്ന് തന്നെ പരാമർശിക്കാം. ശുഭകരമാകുന്നു. നിങ്ങളുടെ മാതാപിതാക്കളോ മുത്തശ്ശിമാരോ മുതിർന്ന ബന്ധുക്കളോ നിങ്ങൾക്ക് പണം നൽകുമ്പോൾ അത് നിങ്ങളുടെ വാലറ്റിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇപ്രകാരം സൂക്ഷിക്കുന്നതാണ് അതീവ ശുഭകരം. ഇത് അവരുടെ അനുഗ്രഹം തന്നെയാണ്. മനസ്സറിഞ്ഞ് നൽകുന്ന പണമാണ്. അതിനാൽ ഭാഗ്യം കൊണ്ടുവരുവാൻ സഹായകരമായി തീരും എന്നാണ് പറയുക. അത്രമേൽ സന്തോഷത്തിൽ നൽകുന്നതിനാൽ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കും മറ്റ് സൗഭാഗ്യങ്ങൾക്കും കാരണമായി തീരും. അതിനാൽ ചെലവാക്കാതിരിക്കുന്നതാണ് കൂടുതൽ ഉത്തമം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ധാരാളം പണം ഒരുമിച്ച് കൈകളിൽ വരുമ്പോൾ അത് ആദ്യം പൂജാമുറിയിൽ
നിങ്ങളുടെ പൂജാമുറിയിൽ അല്പനേരം വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമായാണ് കണക്കാക്കുന്നത്. പണത്തെ നാം ബഹുമാനിക്കേണ്ടതാകുന്നു. എന്നാൽ മാത്രമാണ് പണം നിലനിൽക്കൂ എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ കൈകളിലേക്ക് വന്നു ചേരുന്നതായ പണം പല വഴിക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമായി തീരും. ഇനി പരാമർശിക്കാൻ പോകുന്നത് ഒരു നമ്പറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 33 എന്ന നമ്പർ അഥവാ 33 എന്ന നമ്പർ. ഒരു വെള്ള പേപ്പറിൽ വലത് കൈയിലെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് മഞ്ഞൾ അല്പം ശുദ്ധജലത്തിൽ ചാലിച്ച് ആ മഞ്ഞൾ കൊണ്ട് 33 എന്ന് എഴുതുക. ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്. പണത്തോടൊപ്പം ഈ പേപ്പർ സൂക്ഷിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയുന്നതിന് സഹായകരമായി തീരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരും എന്നാണ് വിശ്വാസം. അതിനാൽ അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് പണം കൈകളിലേക്ക് വന്നു ചേരുവാൻ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നാണ് വിശ്വാസം. മറ്റൊരു നമ്പറിനെ കുറിച്ച് പരാമർശിക്കാം. ഇത് 2 നമ്പറുകളാണ്. 897 എന്ന നമ്പർ, അതായത് 897 എന്ന നമ്പർ, അല്ലെങ്കിൽ 781, അതായത് 781 എന്ന നമ്പർ. ഈ നമ്പറുകളും പെട്ടെന്ന് പണം കൈകളിൽ വന്നു ചേരുവാൻ സഹായകരമായി തീരും. അതിനാൽ പണം ആവശ്യമുള്ള സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ നിത്യവും ഇപ്രകാരം എഴുതി ശരീരത്തിന്റെ ഇടതുവശത്തായി വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇടതുവശത്തായാണ് വയ്ക്കേണ്ടത് എന്ന കാര്യത്തിന് പ്രാധാന്യം നൽകണം. പണം ഈശ്വരാനുഗ്രഹം അഥവാ സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയാകുന്നു. ഇതിനാൽ കുളിച്ച് ശുദ്ധിയോടെ കഴിവതും വടക്ക് ദിശയ്ക്ക് അഭിമുഖമായി ഇരുന്ന് ഇപ്രകാരം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ദിശയ്ക്കും ചെയ്യേണ്ടതായ കാര്യത്തിനും പ്രാധാന്യം നൽകുക. നാം ചെയ്യുന്നത് മറ്റുള്ളവർ കാണരുത്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് പറയരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. പണവും സ്വർണവും ഇതേപോലെ വിലപിടിപ്പുള്ള വസ്തുക്കളും പൂജാമുറിയിൽ സൂക്ഷിക്കുന്നവരുണ്ട്. ഇത് അത്ര ശുഭകരമല്ല. ഇവ ബെഡ്റൂമിലോ മറ്റോ സൂക്ഷിക്കാം. വീടിന്റെ മുൻവാതിലോ ഗേറ്റോ തുറന്നു വരുമ്പോൾ തന്നെ പണപ്പെട്ടിയോ പണമോ വച്ചിരിക്കുന്ന മുറി കാണരുത് എന്നാണ് പറയുക. ഇപ്രകാരം കാണുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇപ്രകാരം കണ്ടുകൊണ്ട് പോകുന്നത് ധനനഷ്ടത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുക. പണം വച്ചിരിക്കുന്ന ക്യാഷ് ബോക്സിൽ എതിർവശത്തായി ഒരു കണ്ണാടി വച്ചാൽ വാസ്തുശാസ്ത്ര പ്രകാരം അത് പണം വരാൻ വളരെ സഹായകരമാണ് എന്നാണ് പരാമർശിക്കുന്നത്. ബാത്റൂം, ടോയ്ലറ്റ്, അടുക്കള, സ്റ്റോർ റൂം, ബേസ്മെന്റ്, സ്റ്റെയർ എന്നിവയ്ക്ക് അഭിമുഖമായി ഒരിക്കലും പണപ്പെട്ടി സൂക്ഷിക്കരുത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ പണപ്പെട്ടി ഒരിക്കലും ഒഴിയാൻ നിങ്ങൾ അനുവദിക്കാൻ പാടുള്ളതല്ല. എപ്പോഴും 1 രൂപയെങ്കിലും പണപ്പെട്ടിയിൽ എപ്പോഴും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതേപോലെ പേഴ്സിലും 1 രൂപയെങ്കിലും എപ്പോഴും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പണം സൂക്ഷിച്ചിരിക്കുന്ന ഇടത്തും പേഴ്സിലുമെല്ലാം ലക്ഷ്മി ദേവിയുടെ ചിത്രം സൂക്ഷിക്കുന്നതും അതിനാൽ ഏറ്റവും ശുഭകരം തന്നെയാണ്. ഈ കാര്യം തീർച്ചയായും നിങ്ങൾ ഏവരും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ ലക്ഷ്മി കടാക്ഷത്താൽ വന്ന് ഭവിക്കും.